നമസ്കാരം. അപ്പോൾ നമുക്ക് ബ്ലൂ ക്വസ്റ്റ്യൻ നമ്മൾ എക്സർസൈസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉള്ളതിൽ പേജ് നമ്പർ 91-92 ക്വസ്റ്റ്യൻ നമ്പർ 2 ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എലമെൻറ്റ് എക്സ് ഫോംസ് എ ക്ലോറൈഡ് വിത്ത് ദ ഫോർമുല XCl2 which is a solid with a high melting point. X would most likely to be in the same group of the periodic table as. ഇത്രയേ ഉള്ളൂ. XCl2 എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോറൈഡാണ്, ഒരു എലമെൻറ്റ്, ഫോർമുല XCl2 ക്ലോറൈഡാണ്. ഹാലജൻസിൻ്റെ വാലൻസി എത്രയാണ് അറിഞ്ഞൂടാ, പറഞ്ഞുതരാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇതെല്ലാത്തിൻ്റെ വാലൻസി 1 ആണ്. ബിക്കോസ് 7 ഇലക്ട്രോൺസ് ആർ സീൻ ഇൻ ഈച്ച് ഹാലജൻ ആറ്റം. So one more electron is needed to complete, to attain the stability. One more electron is needed. So the valency of halogens is 1. Fluorine 1, chlorine 1, bromine 1, iodine 1. Always the valency of halogens is 1. അപ്പോൾ 1 ക്ലോറിൻ്റെ വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്ത് ഇപ്പുറത്തെ എക്സിൻ്റെ ഇവിടെ ഇട്ടു. എക്സിൻ്റെ വാലൻസിയാണ് ഇത് അടക്കുന്നത്. ദ വാലൻസി ഓഫ് എക്സ് ഇസ് 2. സോ 2 വാലൻസി ഉള്ളത് നിങ്ങൾക്കറിയാം. ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺസ് വരുന്നതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, ബേരിയം, സ്ട്രോൺഷ്യം, റേഡിയം, ഇത്രയൊക്കെയാണ്. ഇതിൽ ബെർലിയം കഴിഞ്ഞാൽ ഫസ്റ്റിൽ വരുന്ന എലമെൻ്റാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം വാലൻസി 2 ആണ്, Mg2. ക്ലോറിൻ 1. ഇൻ്റർചേഞ്ച് ചെയ്താലോ 1 2 1 ആകുമ്പോൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ മെഗ്നീഷ്യം ക്ലോറൈഡാണ് അവരുദ്ദേശിക്കുന്നത്. അതാണ് എക്സ്. എക്സ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം ബിക്കോസ് മെഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് എ സോൾഡ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആപ്റ്റ്. മെഗ്നീഷ്യം ക്ലോറൈഡിന് പകരമാണ് അവർ XCl2 എന്ന് പറഞ്ഞത്. ഇതിൽ ആൽക്കലി എർത്ത് മെറ്റൽ ഏതെന്നാണ് അവരെ ചോദ്യം. സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റലിൽ ഇതിൽ ഏതാണ്? മെഗ്നീഷ്യം ക്ലോറൈഡ്, MgCl2. ഇതാണ് എൻ്റെ ആൻസർ, MgCl2 ആണ്. MgCl2. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് എലമെൻറ്റ് ഹാസ് 2 cells both of which are completed filled with electrons? 2 cellsേ ഉള്ളൂ. 2 ഷെൽസും 2 കംപ്ലീറ്റഡ് ആണ്. ഇത് ഷെൽസ് കംപ്ലീറ്റഡ് ആണ്. ബോത്ത് ഷെൽസ് ആർ കംപ്ലീറ്റഡ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് 2, സെക്കൻഡ് ഷെല്ല് 8. അപ്പോൾ 2 8 കോൺഫിഗറേഷനുള്ള ഏത് എലമെൻ്റ് എന്ന് നമ്മൾ എടുക്കണം. 2 8 കോൺഫിഗറേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ദ അറ്റോമിക് നമ്പർ ഓഫ് ദറ്റ് എലമെൻറ്റ് 10. സോ ദ കോൺഫിഗറേഷൻ ഓഫ് 10 ഈസ് 2,8. That is neon. That is neon. So which element has 2 cells? 2 cells, K shell, L shell, 2 8. A 2 8 എന്ന് എഴുതാൻ കാര്യം both of which are completed. Both shells are completed. 2 8 filled with electrons. അങ്ങനെ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ 2 8 കോൺഫിഗറേഷൻ ഉള്ള ഏത് എലമെൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിയോൺ. Atomic number of a neon is 10. So the configuration is 2 8. So both shells, K and L shells, are completed in the case of a neon. 2 8. Answer Y. Next, B. Question number 3 B. The electronic configuration 282. 282 അത് ഏത് എലമെൻ്റ് ആണ്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഞാൻ പറയാതെ തന്നെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കും. 282 എന്ന് പറഞ്ഞാൽ 2 8 10 10 + 2 12. അറ്റോമിക് നമ്പർ ഓഫ് 12 ഉള്ള എലമെൻ്റ് ഏത്? മെഗ്നീഷ്യം. നിങ്ങൾ 30 വരെ എലമെൻ്റ് അറ്റോമിക് നമ്പർ നിങ്ങൾ പഠിച്ചിരിക്കണം. 30 വരെ. അതാണ് CBSEയുടെ സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. 282 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ആറ്റം ഈസ് 12. 12 electrons means 12 protons. That means the atomic number is 12. 12 ഉള്ള എലമെൻ്റ് ഏത്? മെഗ്നീഷ്യം.
അപ്പോൾ 12 ഉള്ള എലമെൻറ്റ് വിച്ച് എലമെൻ്റ് എന്നാണ് ഹാസ് 282 മെഗ്നീഷ്യം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ടോട്ടൽ ഓഫ് 3 ഷെൽസ്. ശരി, 3 ഷെൽസ് വിത്ത് 4 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. വാട്ട് ഈസ് മീൻ ബൈ വാലൻസ് ഷെൽ? outermost number of electrons is equal to the valency. So valence shell means outermost shell. Outermost shell 4 electrons. അപ്പോൾ ഫസ്റ്റിൽ 2, സെക്കൻഡിൽ 8, ഫോർത്തിൽ that means തേർഡിൽ 4. അപ്പോൾ അവർ ചോദിക്കുകയാണ് എ ടോട്ടൽ ഓഫ് 3 ഷെൽസ് ഉണ്ട്. ശരി, വിത്ത് 4 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ്. ഔട്ടർമോസ്റ്റിൽ 4 ആണ്. എഴുതാം 2, 8, 4. ഇതാണ് 2, 8, 4. 4 ആണ് വാലൻസ് ഇലക്ട്രോൺ, വാലൻസ് ഷെൽ. വാലൻസ് ഷെൽ മീൻസ് ഔട്ടർമോസ്റ്റ് ഷെൽ. ദാറ്റ് ഈസ് 4. 2, 8, 4. അപ്പോൾ എ ടോട്ടൽ ഓഫ് 3 ഷെൽസ്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, 3 ഷെൽസ്. ഓക്കെ, വിത്ത് 4 ഇലക്ട്രോൺസ് ഇൻ ദ ബാലൻസ് ഷെൽ 4. കറക്റ്റ്. അപ്പോൾ ടോട്ടൽ അറ്റോമിക് നമ്പർ ഈസ് 14. 14. ആ എലമെൻറ്റ് ഏതെന്നാണ്? ഇത് കൊച്ചു പിള്ളേരുടെ ചോദിക്കുന്ന ചോദ്യമാണ്. 14 എലമെൻ്റ് അത്, 12 അത്, 8 അത്. അതാണ് 30 വരെ അറ്റോമിക് നമ്പർ പഠിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. 14 ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെങ്കിൽ 14 അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ് സിലിക്കൺ. SI സിലിക്കൺ ആണ്. സിലിക്കൺ SI ആണ്. സിലിക്കൺ ആണ് അറ്റോമിക് നമ്പർ 4 ഉള്ളത്. അപ്പോൾ 14 ഉള്ളത്. അതുകൊണ്ട് നമ്മൾ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 284. Electronic configuration of silicon is 284. 4 electrons are valence electrons. That means the 4 electrons are seen in the outermost shell of silicon. Atomic number 14. So answer here is 14. 14. Next question. Third next question. A total of 2 shells with 3 electrons. A total of 2 shells with 3 electrons in the valence. 3 electrons valence. 2 shells ഉള്ളൂ. അടുത്തത് 2 ഷെൽസേ ഉള്ളൂ. അപ്പോൾ 2 ബാലൻസ് ഔട്ടർമോസ്റ്റിൽ 3 എന്ന് തീർന്നു. 2, 3. 2 + 3 5. അറ്റോമിക് നമ്പർ 5 കാണിക്കുന്ന എലമെൻ്റ് ഏത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഞാൻ പറഞ്ഞുതരാം. ബോറോൺ. ബെർലിയം ബോറോൺ. അതാണ് 30 വരെ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ പഠിച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻസർ. അപ്പോൾ 2, 3. outermost number of electrons or valence electrons is 3. ബാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് ഔട്ടർമോസ്റ്റ്. 2 ഷെല്ലുണ്ട്, കടങ്കഥ പോലെ 2 ഷെല്ലുണ്ട്. അത് അവസാനത്ത് 3. എത്ര? 2, 3. ആദ്യത്തെ അക്ഷരം മൂ, രണ്ടാമത്തെ അക്ഷരം ഇട്ട. ഏത് വാക്കാണ്? മുട്ട. ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻ പോലെ. ആദ്യത്തെ പിന്നെ ഫീൽഡാണ്, അവസാനത്തെ 3 എങ്കിൽ അതൊന്ന്. ഇതങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻ. പക്ഷേ ആൻസർ ബ്ലൂ ക്വസ്റ്റ്യൻ ആയത് അല്ല, എക്സർസൈസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 + 3 5. 5 ഇലക്ട്രോൺസ് ഉള്ളത് അത് ബോറോൺ. ഓക്കെ, അതിൻ്റെ ആൻസറുമായി. ഇനി ട്വൈസ് ആസ് മെനി ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഷെൽ ആസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ. 2 ഇലക്ട്രോൺസ് ആദ്യത്തെ ഉണ്ട്, അതിൻ്റെ ഇരട്ടിയാണ് അടുത്തതെന്ന്. അടുത്ത ഷെൽ അതിൻ്റെ ഇരട്ടിയെന്ന്. 2, 2. അറ്റോമിക് നമ്പർ എത്ര? 2, 2. ഇതിൻ്റെ ഇരട്ടിയാണ് ഇതെന്ന്. ഇതിൻ്റെ ഇരട്ടിയാണ് 2ൻ്റെ ഇരട്ടിയാണ് 2 അല്ല. പിന്നെ എത്ര? 4. 2, 4. ഇതാണ് ട്വൈസ് ആസ് മെനി ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഷെൽ. സെക്കൻഡ് ഷെല്ലിൽ ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2, 4. 2ൻ്റെ ഇരട്ടി എത്ര? 4. അതെന്തോന്നു? 4 + 2. അറ്റോമിക് നമ്പർ 6 ഉള്ളത് കാർബൺ. ആൻസർ കാർബൺ. ട്വൈസ് ആസ് മെനി ഇലക്ട്രോൺസ് ഓഫ് സെക്കൻഡ് ഷെൽ ആസ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഷെൽ. ഫസ്റ്റ് ഷെല്ലിനേക്കാൾ ട്വൈസ് ആണ്, ഇരട്ടിയാണ് 4. അപ്പോൾ കാർബൺ ആണ്. 4 × 2 6. അറ്റോമിക് നമ്പർ 4 ഉള്ളത് 6 ഉള്ളത് കാർബൺ. ആൻസറായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ടൈമായ. ആൻ ആറ്റം ഹാസ് എ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഫസ്റ്റിൽ പറയും സാർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട. 287 17. അറ്റോമിക് നമ്പർ 17 ഉള്ളത് ക്ലോറിൻ ആണ്. അയ്യോ, അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ ക്വസ്റ്റ്യൻ പറയട്ടെ. 287. ആൻ ആറ്റം ഹാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. അറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്? അത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 17. ടോട്ടൽ ഇലക്ട്രോൺസ് എടുത്ത് ഇലക്ട്രോൺസ് നമ്പർ ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. അതർവൈസ് പ്രോട്ടോൺസ് നമ്പർ ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? Atomic number is the number of electrons or protons present in an atom.
അതുകൊണ്ട് ഇലക്ട്രോൺസ് നമ്പർ മതി പ്രോട്ടോൺ. ഇലക്ട്രോൺസ് നമ്പർ എത്ര? 17. സോ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. അറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ് 17. To which of the following elements should it be chemically similar? അറ്റോമിക് നമ്പർ 17. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഈ ക്ലോറിൻ അല്ലെങ്കിൽ 287 287 എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? എൻ്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. എന്താണ്? 7 + 10 അങ്ങനെ 17th ഗ്രൂപ്പിൽ വരുന്നതാണ്. ക്ലോറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിമിലാരിറ്റി കാണിക്കുന്ന എലമെൻ്റ് ഈ തന്നിരിക്കുന്ന ഏതിലെങ്കിലും ഉണ്ടോ? അതാണ് അവർ പറഞ്ഞത്. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഷുഡ് ഇറ്റ് ബി കെമിക്കലി സിമിലർ. ഇതിലെ സിമിലാരിറ്റി, കെമിക്കൽ പ്രോപ്പർട്ടി സിമിലാരിറ്റി കാണിക്കുന്ന ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ? നൈട്രജൻ. എല്ലാത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 7 ഇലക്ട്രോൺസ് ആർക്കാണോ ഔട്ടർ മോസ്റ്റിൽ വരുന്നത് അത് സിമിലാരിറ്റി കാണിക്കും. Because the chemical property is always depending upon the number of electrons in the outermost shell. So outermost shell 7 വരുന്നു. ഇതിന് നോക്കാം, കോൺഫിഗറേറ്റ് ചെയ്ത് നോക്കാം. നൈട്രജൻ 7 അറ്റോമിക് നമ്പർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 5 അല്ല. F 2 7 അത് തന്നെ. ഫ്ലൂറിൻ ക്ലോറിൻ്റെ കൂടെ വരുന്നത് ഫ്ലൂറിൻ 2 7 outermost 7 വരുന്നു. മറ്റേത് നോക്കാം. 2 8 5 15 അല്ല. ആർഗോൺ 2 18 അല്ലേ? 2 8 8 ഇത് 8 തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. പിന്നെ 7 ഇതേപോലെ 7 ഇലക്ട്രോൺസ് വരുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ നമ്മൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഷുഡ് ഇറ്റ് ബി കെമിക്കലി സിമിലർ? ഫ്ലൂറിൻ ഷോസ് ദ സിമിലാരിറ്റി ഓർ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് വിത്ത് ക്ലോറിൻ വിത്ത് 17 ഇലക്ട്രോൺസ് വിത്ത് 17 അറ്റോമിക് നമ്പേർഡ് എലമെൻറ്റ്, ദാറ്റ് ഈസ് ക്ലോറിൻ. അപ്പോൾ ഇതും ഈ 287-ഉമായിട്ടാണ് ഈ. അപ്പോൾ നമ്മൾ ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ വരുന്നതാണ് സെയിം ഗ്രൂപ്പിൽ വരുന്നത്. അതിവിടെ ഫ്ലൂറിനാണ്, F9. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇനി ബാക്കി ഇതേപോലത്തെ എക്സർസൈസ് കുറച്ച് എഴുതിയിട്ട് ഇതേപോലെ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.